ഹലോ ഗായ്സ്, എല്ലാവർക്കും ബ്ലാസ്റ്റേഴ്സ് ഫെയർ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാനിരിക്കുന്നത് മറ്റൊന്നുമല്ല, മറ്റേ വീഡിയോയുടെ അതായത് മാനേജ്മെൻറ്റിനെ എക്സ്പോസ് ചെയ്ത പാർട്ട് 2 ആണ്. പിന്നെ ചില കാര്യങ്ങൾ എനിക്ക് വീണ്ടും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്നുള്ള അതൊരു പാർട്ടായി ചെയ്യാൻ തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാത്രമല്ല, ഇന്ത്യൻ ഫുട്ബോളിൽ ടോട്ടലായി നടക്കുന്ന കുറേ കളികളൊക്കെ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോയിൽ തന്നെ. നമ്മൾ ഈ മാനേജ്മെൻറ്റിനെ കുറ്റം പറയുമ്പോൾ നമ്മൾ മറന്നു പോയൊരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു AIFFൻ്റെ കാര്യം. അത് നമുക്ക് പിന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാം. എന്തായാലും ഇപ്പം മാനേജ്മെൻറ്റിൻ്റെ കാര്യം ചർച്ച ചെയ്യാം. അപ്പം ഇവർ പറയുന്നതിന് കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യമില്ല എന്നായിരിക്കും ഞാൻ പറയുക. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ മറ്റു ടീമുകളുണ്ടല്ലോ, അവർക്കൊക്കെ ഇപ്പം നല്ല രീതിക്ക് ഇപ്പോൾ മുംബൈ സിറ്റിക്കാണെങ്കിൽ അവർക്കുള്ള പ്ലേയേഴ്സിനെ നന്നായി നിലനിർത്തി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ. സൂപ്പർ കപ്പിൽ ഇറക്കിയ പ്ലേയേഴ്സ് മുംബൈയുമായി ടീമാണെങ്കിൽ കൂടി മുംബൈ ആയിട്ട് അത്രയും കുറച്ചും കൂടി ഒരു ബെറ്റർ മിഡ് ടേബിൾ ക്ലബിൻ്റെ ക്വാളിറ്റി ആയിരുന്നു ആ ടീമിനുണ്ടായിരുന്നത്. അതുപോലും ഇവർ കൊളാക്കി എന്നുള്ളതാണ്. ഇപ്പം മാനേജ്മെൻറ്റ് ഇതുപോലൊരു മഞ്ഞപ്പടിയായിട്ടൊരു ചർച്ച വിളിച്ചിരുന്നു. എന്നിട്ട് അതിൽ പറഞ്ഞൊരു കാര്യം ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ വഴി ഞാൻ അറിഞ്ഞത്, അവർ പറഞ്ഞത് ഈ സീസണിൽ യാതൊരു പ്ലാനും ഇല്ല. അതായത് എങ്ങനെയെങ്കിലും റിലഗേറ്റായി പോവാതിരിക്കുക എന്നുള്ളതാണ് അവർ പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ്. നിങ്ങൾ റിലഗേറ്റ് ആയി പോകണ്ട, ഓക്കെ ഞാൻ സമ്മതിച്ച്. അറ്റ്ലീസ്റ്റ് ഒരു മിഡ് ടേബിളിൽ നിൽക്കാൻ നോക്കണം. മിഡ് ടേബിളിൽ നിന്നാലേ നമുക്ക് റിലഗേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അത് ആദ്യം ഇവന്മാർ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പം നമ്മൾ റിലഗേഷൻ ആവണ്ട എന്ന് പറഞ്ഞിട്ട് അത്രയും റോസ്റ്റ് സ്ക്വാഡ് മറ്റുള്ളവരോട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായാലും എന്ത് ചെയ്യും, റിലഗേറ്റായി പോവും. അപ്പം ആ കാര്യത്തിൽ എനിക്കൊരു വിഷമമുണ്ട്. പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ സ്പോർട്ടിംഗ് ഡയറക്ടറായിട്ടുള്ള കരോളിസ് കിങ്കിസ് അത്യാവശ്യം പുള്ളിക്ക് പറയണ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. നമ്മുടെ CEO-യെ എനിക്കൊരു അത്രയും അങ്ങോട്ട് പിടിച്ചിട്ടില്ല. അഭിക് ചാറ്റർജിയെ തോട്ടിൽ കളയണോ എന്നുള്ളത് നമുക്ക് പിന്നെ ആലോചിക്കാം. പുള്ളിക്ക് വലിയൊരു ക്വാളിറ്റിയോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. സത്യത്തിൽ ഞാൻ പറയണ ഒഡീഷയുടെ ഒരു CEO ആയതല്ലാണ്ട് മറ്റൊന്നും അത് പറയാനില്ല എന്നുള്ളതാണ്. എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം അവരായിട്ടൊരു പേഴ്സണൽ പ്രശ്നമില്ല, എനിക്കൊരു പേഴ്സണൽ പ്രശ്നമില്ല. എനിക്ക് പറയാനുള്ളത് ഈ മാനേജ്മെൻറ്റിനോട്, ഡിയർ മാനേജ്മെൻറ്റ്, ഞങ്ങളൊക്കെ ഫുട്ബോളിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഞാൻ SLC പരീക്ഷ എഴുതുന്നൊരു വ്യക്തിയാണ്. അപ്പം നമുക്ക് അത്രയും സ്ട്രെസ്സ്, ഇപ്പം SLC മാത്രമല്ല, നമുക്ക് ലൈഫിലൊക്കെ ഒരുപാട് സ്ട്രെസ്സ് വരും. ഇപ്പം ആ സ്ട്രെസ്സിനെയൊക്കെ ഓവർകം ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫുട്ബോൾ എന്ന് പറഞ്ഞൊരു സ്പോർട്സിലൊക്കെ വരും. നമുക്ക് ഡോപ്പമൈനൊക്കെ അടിപൊളിയായിട്ട് റിലീസാവും. അപ്പം ഞാൻ ഫുട്ബോൾ കളിക്കുന്നതും കാണുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മാച്ചുകൾ കണ്ടിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഞാൻ കുറേ പണ്ട് തന്നെ എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഏഷ്യനെറ്റ് മൂവീസിലൊക്കെ ഈ ISL കാണുന്നത് അത്ര സീരിയസ് അല്ല, ഒരു ഫുട്ബോൾ കാണുന്ന ഒരു കുട്ടി എങ്ങനെ കാണും അതുപോലെ തന്നെ കാണുന്ന ഒരു ആളായിരുന്നു. പക്ഷേ 2020 കഴിഞ്ഞപ്പോൾ കുറച്ചും ബോധം വെച്ചു. അതായത് 10 വയസ്സൊക്കെ ആയ സമയത്ത് എനിക്ക് എന്ത് ചെയ്തു, കുറച്ചും കൂടി ഫുട്ബോളിന് ക്രേസ് വരാൻ തുടങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നാകുമ്പോൾ ഒരു കോവിഡ് ടൈമൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്ത് നമ്മൾ ഫോണിൽ കുറേ കാര്യം മനസ്സിലാക്കാമല്ലോ. അങ്ങനെയാണ് ക്ലബിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂടിപ്പോവും. അപ്പോൾ അന്ന് തൊട്ടേ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രയും ടൈം ഹ്യൂമാറ്റനൊക്കെയുള്ള ആദ്യത്തെ സീസൺ തൊട്ട് ഞാൻ കാണുന്നുണ്ട്. ഒന്നാമത്തെ ഡേവിഡ് ജെയിംസിൻ്റെ സീസൺ തൊട്ട് ഞാൻ കാണുന്നുണ്ട്. പ്ലേയേഴ്സിൻ്റെ പേരൊന്നും അറിയില്ല, പിന്നീടാണ് പഠിച്ചത്, വേറെ കാര്യം. പക്ഷേ അന്നത്തെ ഒരു വൈബ് ഇപ്പോൾ ISL ഇല്ല എന്നുള്ള കാര്യം തന്നെയൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ കാര്യത്തിൽ തെന്നി മാറുന്നു എനിക്കറിയാം. അപ്പം പലവരും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻസ് എന്ന് പറയുമ്പം പ്രായമുള്ളവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഈ 2 വയസ്സുള്ള കുട്ടികൾ, പിന്നെ ഒരുപാട് മാതാപിതാക്കളുണ്ട് എന്നുള്ളതാണ്. അവരുടെ കുട്ടികൾക്ക് പോലും ISLുമായി ബന്ധപ്പെട്ട പേരുകൾ, ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ ഇഷ്ടപ്പെട്ട കോച്ചാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇവാൻ വൊക്കോമാനോവിച്ചിൻ്റെ കോച്ചൊക്കെ ഒരു കുട്ടിക്ക് ഇട്ട അച്ഛനമ്മമാരൊക്കെ ഉണ്ട്. അൽവാരയുടെ പേരൊക്കെ ഇട്ട അച്ഛനമ്മമാരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവർ മനസ്സിലാക്കേണ്ടവരെല്ലാവരും കേരളത്തിലുള്ള മലയാളികൾ നെഞ്ചിലേറ്റിയ ഒരു ക്ലബ്ബാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. നമ്മുടെ ജീവിതത്തിൽ ഇപ്പം സ്ട്രെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫുട്ബോൾ കാണുമ്പോൾ നമ്മുടെ സ്വന്തം ടീം നന്നായി കളിച്ച് കാണുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ സന്തോഷം വരും എന്നുള്ളതാണ്. ഇപ്പം ഡിപ്രഷനോ അത് കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ആൻഡ് അവരൊക്കെ എന്ത് ചെയ്യുന്നത്, എൻ്റർടൈൻമെൻറ്റ് മറിച്ച് അവരുടെ ഒരു ഇമോഷനായിട്ടാണ് ഒരു ഫുട്ബോളിനെ കാണുന്നത്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കാണുന്നത്. അപ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക, ഡിപ്രഷൻ വീണ്ടും സമ്മാനിക്കുന്ന പോലെയല്ലേ മാനേജ്മെൻറ്റ്. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പം അത്രയും എന്താ പറയുക,
നല്ല രീതിക്ക് നല്ല റിസൾട്ട് ആഗ്രഹിക്കുന്നതല്ല, സ്വന്തം ടീം നല്ലൊരു നിലക്കെത്തുന്നത്. അതിലൂടെ നമുക്ക് നല്ല ആനന്ദം, നമുക്കിപ്പോൾ ഒരു പേഴ്സണൽ പ്രോഫിറ്റൊന്നും എനിക്കൊന്നുമില്ല കേട്ടോ. ഇനി വല്ല ഫാൻ ഗ്രൂപ്പുകൾക്ക് ആർക്കെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വേണ്ടത് ഇപ്പോൾ മാനേജ്മെൻറ്റായിട്ട് അടികൂടി മാനേജ്മെൻറ്റായി ഡിബേറ്റ് നടത്തി ഈ ക്ലബിനെ മറ്റൊരാൾക്ക് വിറ്റ്, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനോട് ഉള്ള അങ്ങനത്തെ ഒരു വ്യക്തിഗതമായ ദേഷ്യമൊന്നും ആർക്കും ഇല്ല. പൊന്നു മാനേജ്മെൻറ്റ് അത് മനസ്സിലായി ഞങ്ങൾക്കാർക്കും. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യണ്ട, ഞങ്ങളെന്നും ഡിബേറ്റിനും മറ്റൊന്നും മറിച്ചതിനൊന്നും വിളിക്കേണ്ട. അത് ഞങ്ങൾക്ക് ചങ്കുറപ്പില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് വേണ്ടത് ഇതുപോലെ ഡിബേറ്റുകളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാനേജ്മെൻറ്റ് ഫാൻസ് അടിപിടിയാണെന്നും അല്ല ഞങ്ങൾക്ക് വേണ്ടത്. നമുക്ക് റിസൾട്ടുകളാണ് വേണ്ടത്, ട്രോഫിയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് കുറച്ച് കാര്യം ആവശ്യപ്പെടുന്നു, അത്രയേ ഉള്ളൂ. അത് ചെയ്ത് തന്നില്ലെങ്കിൽ ഞങ്ങൾ കളി പഠിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് അടുത്ത സീസണും കൂടി സമയമുണ്ട്. അതിൽ 4 ട്രോഫികൾ അവൈലബിളുമാണ്. അതിലേത് ഒന്നെങ്കിലും ഒന്ന് അടുപ്പിച്ച് തന്നില്ലെങ്കിൽ ഒന്ന് വിട്ടു തരണം. ഞാൻ ഒന്നും പറയുന്നില്ല, പ്ലീസ്. ഞാൻ തെറിയൊന്നും വിളിക്കുന്നില്ല. കുഞ്ഞു മക്കളെ, നിങ്ങൾക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ഒന്നും ചെയ്യണ്ട, നിങ്ങളൊന്ന് ഇറങ്ങിത്തന്നാണ്. സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളത്രയും കാലം പറ്റിക്കാന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പം ഡേവിഡ് കച്ചാലിൻ്റെ കാര്യമാണെങ്കിലും ആളൊരു വലിയ ആൾ തന്നെയാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. നമ്മളെ ഇവാൻ മുക്കോമനോവിച്ചിനെ പോലെ അയാളുണ്ടായത് കൊണ്ടാണ് ഈ മാനേജ്മെൻറ്റിൻ്റെ മുഖം മൂടി കുറേ കാലം അഴിയാതിരുന്നത്. മിക്കൽ സേറ വന്നതിന് ശേഷം ആളൊരു മോശം കൊച്ചാണെങ്കിൽ കൂടി എന്ത് ചെയ്തു, ഒരു നല്ല റിസോഴ്സ് കൊടുക്കുന്നില്ല എന്ന് അവിടെ തെളിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ ഇവാൻ മുക്കോമനോവിച്ചിൻ്റെ ബ്രില്യൻസ് കൊണ്ട് മോശം സോഴ്സിലും ഒരു ആവറേജ് റിസോഴ്സിലും നമ്മൾ റിസൾട്ട് ഉണ്ടാക്കി പോന്നിരുന്നു. അന്ന് നമ്മൾ അത്രയും പ്രശ്നങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. സത്യം പറഞ്ഞാൽ അന്ന് മറ്റൊരു കോച്ചായിരുന്നെങ്കിൽ അന്ന് വിവരമെല്ലാം നമ്മൾ അറിഞ്ഞേനെ എന്നുള്ളതാണ്. ഇവാനായതുകൊണ്ട് നമ്മൾ അന്ന് രക്ഷപ്പെട്ടു, മാനേജ്മെൻറ്റ് രക്ഷപ്പെട്ടു എന്ന് പറയാം. ഇവാനാശിന് ഞാൻ വലിയൊരു സെല്യൂട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മളിപ്പം പ്രായമെന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ ഇമോഷനാണ് ഈ ക്ലബ്ബ് എവിടെയെങ്കിലുമൊക്കെ എത്തിക്കാണണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. ഇപ്പം മോഹൻ ബഗാൻ FC കളിക്കുമ്പോൾ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നിങ്ങൾ മിസ്റ്റർ അഭിക് ചാറ്റർജി, നിങ്ങൾക്കൊരു യോഗ്യതയില്ല ഞങ്ങൾ ട്രോഫിയോട് ഒബ്സസ്ഡ് ചെയ്യരുതെന്ന് പറയാം. കാരണം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയല്ലേ, പിന്നെ എന്ത് വേണം? എൻ്റർടൈൻമെൻറ്റ് ഓക്കെ, നിങ്ങൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്നുണ്ടോ? അതും ഇല്ല, എൻ്റർടൈൻമെൻറ്റും ഇല്ല. നല്ലൊരു ഗെയിം ഉണ്ട്, ഈ എൻ്റർടൈൻമെൻറ്റ് ഉണ്ട് പറയാം. നിങ്ങൾക്ക് എൻ്റർടൈൻമെൻറ്റ് നൽകുന്നില്ല. കുറേ മിസ്റ്റേക്ക് വരുത്തി ഗോൾ കൺസീഡർ ചെയ്യുന്നതാണോ നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റ്? അല്ലെങ്കിൽ ഇപ്പം നല്ല ടീമിൽ വളർന്നു വന്ന ആരെയും നല്ല വിലക്ക് തൂക്കി വിൽക്കാം അത് വിൽക്കുന്നതാണോ എൻ്റർടൈൻമെൻറ്റ്? നിങ്ങൾക്ക് അപ്പം പൈസയോടല്ലേ ഒബ്സസ്? ഞാൻ എന്ത് പറയാം ഗൈസ്. ഞാനപ്പോൾ അടുത്തൊരു പാർട്ടിൽ കുറച്ചും കൂടി വിശദമായിട്ട് വീഡിയോ ഇടാം.